കേരളം കാത്തിരുന്ന അഭിമാന പദ്ധതിക്ക് വിഴിഞ്ഞത്ത് സ്വപ്ന സാക്ഷാത്കാരം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖം വികസനത്തിന്റെ പുതിയ മാതൃകയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കുന്നതിലെ LDF പങ്ക് നിരത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. ഇനി വികസന കപ്പലുകൾ കേരള തീരത്തേക്ക്. സംസ്ഥാനത്തിന്റെ അഭിമാന കവാടം വിഴിഞ്ഞത്തെ രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വരും വർഷങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ ശേഷി 10 മടങ്ങാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ന്യൂ ഏജ് ഡെവലപ്മെന്റ് കാ സിംബൽ ये विजिंगम डीप वाटर सी पोर्ट है. मैं केरला के लोगों को, देश के लोगों को बहुत बहुत बधाई देता हूं. കേവലം തുറമുഖം തുറക്കലല്ല, വികസനത്തിലേക്കുള്ള മഹാകവാടമാണ് വിഴിഞ്ഞമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പാക്കിയതും LDF സർക്കാർ. പദ്ധതിയുടെ കണക്ക് നിരത്തിയായിരുന്നു കമ്മീഷനിംഗ് വേദിയിൽ മുഖ്യമന്ത്രിയുടെ അവകാശവാദം. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. കമ്മീഷനിങ്ങിന് മുമ്പ് പദ്ധതി പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിച്ചു. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയും വിഴിഞ്ഞം തുറമുഖം MD കരൺ അദാനിയും ചടങ്ങിന്റെ ഭാഗമായി. വേദിയിൽ ഇരിപ്പിടമൊരുക്കിയെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. എന്നാൽ ശശി തരൂർ MPയും M വിൻസെന്റ് MLAയും കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും വേദിയിൽ ഇരിപ്പിടമുണ്ടായിരുന്നു. ഇനി വിശാലമാണ് വിഴിഞ്ഞത്തെ ആകാശവും വിഴിഞ്ഞം തീരവും. കേരളത്തിന്റെ വികസനത്തിന് വേഗമേകി ഇനി ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടും. ക്യാമറാമാൻ സിറിലിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.